അവൾ അരുന്ധതി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പാർവതി ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നത് കാണുന്ന മഹേന്ദ്ര ഫുഡ് കഴിക്കാൻ വേണ്ടി രാഘവനെ വിളിക്കുന്നു. അപ്പോൾ അവിടെ വരുന്ന രാഘവനോട് മഹേന്ദ്ര അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറയുമ്പോൾ മടിച്ചു നിൽക്കുന്ന രാഘവനെ എല്ലാവരും നിർബന്ധിക്കുന്നത് കാണുന്ന മഹേശ്വരി എന്തിനാണ് എല്ലാവരും രാഘവനെ നിർബന്ധിക്കുന്നത്? രാഘവൻ ലീലയുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുമെന്ന് പറയുന്നത് കേട്ട് എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. രാഘവൻ വിഷമിച്ച് നിൽക്കുന്നത് കാണുന്ന മഹേന്ദ്ര മഹേശ്വരിയോട് ആരുവിന് സഹോദരനെ പോലെയാണെന്നും കുട്ടികൾക്ക് രാഘവനെ ഇഷ്ടമാണെന്നും പറയുകയാണ്. തുടർന്ന് രാഘവനോട് മഹേന്ദ്രന്റെ അച്ഛൻ നിർബന്ധിച്ച് പറയുമ്പോൾ രാഘവൻ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നു. മഹേന്ദ്ര മഹേശ്വരിയോട് ഫുഡ് കഴിക്കാൻ പറയുമ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരുന്നാൽ വിളമ്പുന്നത് ആരാണ്? ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇരിക്കാമെന്ന് പറഞ്ഞ് മഹേശ്വരി എല്ലാവർക്കും ഫുഡ് വിളമ്പി കൊടുക്കുകയാണ്. തുടർന്ന് എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ആ സമയം വിവാഹക്കാരി മഹേന്ദ്രനോട് പറയാൻ വേണ്ടി മഹേന്ദ്രന്റെ അച്ഛനും അമ്മയും എങ്ങനെ പറയുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അത് കാണുന്ന മഹേന്ദ്രൻ നിങ്ങൾക്ക് ഈ രണ്ടുപേർക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് അവർ പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന മഹേശ്വരി അവരോട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം എന്താണെങ്കിലും മഹേന്ദ്രനോട് തുറന്നു പറയാൻ പറയുകയാണ്. ആ സമയം പാർവതി മഹേന്ദ്രനോട് എല്ലാവരും ഈ വീട്ടിൽ മാഡം പോയതിന്റെ വിഷമത്തിലാണ്, കുട്ടികൾക്കും വിഷമം മാറിയിട്ടില്ല, നാളെ മുതൽ കുട്ടികൾ സ്കൂളിൽ പോകും, കൊച്ചു കുട്ടികളല്ലേ സാർ, അവർ സന്തോഷത്തോടെ സ്കൂളിൽ പോകണമെങ്കിൽ അതിനു മുമ്പ് അവരുടെ മനസ്സിലെ വിഷമങ്ങളെല്ലാം മാറ്റണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു പിക്നിക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന കുട്ടികൾ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ രാഘവൻ അരുന്ധതി ഉണ്ടായിരുന്നെങ്കിലും അരുന്ധതി ഇങ്ങനെ തന്നെ പറയുമായിരുന്നു എന്ന് പറയുകയാണ്. ആ സമയം കുട്ടികൾ അച്ഛൻ സമ്മതിക്കണേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. മഹേന്ദ്രൻ ആലോചിച്ചിരിക്കുന്നത് കാണുന്ന മഹേശ്വരി മഹേന്ദ്രന് പിക്നിക്കിനൊന്നും പോകുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്ന സമയം അവിടെ മഹേന്ദ്രന്റെ സ്റ്റാഫ് വരുന്നു. അയാൾ മഹേന്ദ്രനോട് രാവിലെ പിക്നിക്കിന് പോകാനുള്ള വണ്ടികൾ എത്തുമെന്നും രാത്രിയാകുമ്പോൾ തിരിച്ചു വരാമെന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോകുന്നു. അപ്പോൾ മഹേന്ദ്ര അച്ഛനോട് ഞാൻ നേരത്തെ പിക്നിക്കിന് വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു എന്ന് പറയുന്നത് കേൾക്കുന്ന രാഘവൻ നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നത് ഒരുപോലെയാണെന്ന് പറയുകയാണ്. അത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മഹേശ്വരി. മഹേന്ദ്ര പാർവതി തന്നെ കുറച്ചു നേരം നോക്കിയിരിക്കുകയാണ്. അവർ പരസ്പരം നോക്കുന്നത് കണ്ട് വിഷമിച്ച് നിൽക്കുകയാണ് മഹേശ്വരി. ഇതെല്ലാം കാണുന്ന ലീല മഹേശ്വരിയെ നോക്കിയിട്ട് ഇവരെന്ത് പാപം ചെയ്തിട്ടാണോ എന്തോ എല്ലാ പ്ലാനും ഫെയിലായി പോകുന്നു, സാറും പാർവതിയും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് സംശയത്തോടെ നിൽക്കുകയാണ് ലീല. ശേഷം എല്ലാവരും സന്തോഷത്തോടെ ഫുഡ് കഴിക്കുന്നു. അടുത്ത സീനിൽ പാർവതി ഫോണിൽ സംസാരിക്കുന്നത് കാണുന്ന അരുന്ധതി അവിടെ നിന്ന് ഓടി ഗേറ്റിന് പുറത്ത് പോയിട്ട് പാർവതിയുടെ കണ്ണിൽ വരുന്നതായി അഭിനയിക്കുകയാണ്. പാർവതിയെ കാണുന്ന അരുന്ധതി പൂജയ്ക്കുള്ള പൂ പറിക്കാൻ വന്നതാണെന്ന് പറയുന്നത് കേൾക്കുന്ന ഗുപ്തൻ അരുന്ധതിയുടെ അഭിനയത്തെ കുറിച്ച് പുകഴ്ത്തി പറയുകയാണ്. അപ്പോൾ പാർവതി അവരെല്ലാവരും നാളെ പിക്നിക്കിന് പോകുന്നുണ്ടെന്നും അരുന്ധതിയോട് അവരുടെ കൂടെ പിക്നിക്കിന് വരാൻ പറയുകയാണ്. ആ കാര്യം കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് അരുന്ധതിയും ഗുപ്തനും. അദ്ദേഹം പിക്നിക്കിന് പോകണമെന്ന് പറഞ്ഞു എന്ന് പാർവതി പറഞ്ഞു തീരുന്നതിന് മുമ്പ് അരുന്ധതി പാർവതിയോട് ഒരിക്കലും പിക്നിക്കിന്റെ കാര്യം അബദ്ധത്തിൽ പോലും ഏട്ടനോട് സംസാരിക്കരുതെന്നും എന്നാൽ ഏട്ടൻ പുറത്തു നിന്നൊന്നും ഫുഡ് കഴിക്കേണ്ട എന്നും ഡസ്റ്റ് അലർജി ആണെന്നും പറഞ്ഞ് നിർബന്ധം കാണിക്കും, എതിർത്ത് എന്തെങ്കിലും ചെയ്താൽ വഴക്ക് പറയും എന്നൊക്കെ പരിസരബോധമില്ലാതെ അരുന്ധതി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് കാണുന്ന പാർവതി അരുന്ധതിയോട് നിങ്ങൾ സാറിന്റെ ഭാര്യയെ പോലെയാണ് സംസാരിക്കുന്നതെന്നും സാറിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് അറിയാമെന്നും ചോദിക്കുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് അരുന്ധതി. അരുന്ധതി പതുക്കെ ഗുപ്തനെ നോക്കുന്നു. ഗുപ്തൻ എന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞ് ആക്ഷൻ കാണിക്കുന്നത് കാണുന്ന അരുന്ധതി ഇവിടുത്തെ സാറിന്റെ സ്വഭാവത്തിനെ കുറിച്ച് ബോർഡറിലുള്ളവർക്ക് പോലും അറിയാം, പിന്നെ നെയ്ബറായി എനിക്ക് അറിയാൻ കഴിയില്ല എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന പാർവതി മഹേന്ദ്ര പിക്നിക്കിന് പോകാൻ സമ്മതിച്ചു എന്ന് പറയുന്നത് കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ഗുപ്തനും അരുന്ധതിയും. അരുന്ധതി പാർവതി പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. ചേച്ചിയെ സാറിന് പരിചയപ്പെടുത്തി കൊടുക്കാമെന്നും പറഞ്ഞ് പാർവതി അരുന്ധതിയുടെ കൈ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അരുന്ധതി കൈ ഒളിച്ചു വെക്കുന്നു. അരുന്ധതിയുടെ അങ്ങനെയുള്ള പെരുമാറ്റം കണ്ട് പാർവതി നാളെ പിക്നിക്കിന് നിർബന്ധമായും വരണമെന്ന് അരുന്ധതിയോട് പറഞ്ഞിട്ട് പാർവതി അവിടെ നിന്ന് പോകുന്നു. നെക്സ്റ്റ് എപ്പിസോഡുമായി നെക്സ്റ്റ് ഡേ കാണാം. ബൈ.